Hi, welcome to One Team is School Future's favorite tuition hub. Yes, പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലോട്ട് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലേ, അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് ടെൻസ്ഡ് ഒക്കെ ആണ് എന്ന് എനിക്കറിയാം. ബിക്കോസ് ഈ ഒരു വർഷമാണ് നമ്മൾ ബോർഡ് എക്സാം, CBSE ബോർഡ് എക്സാം നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ പ്രിപ്പറേഷൻ ചില പേരൊക്കെ തുടങ്ങിക്കാണും, ചില പേര് ഇനി തുടങ്ങാനായിട്ട് ഇരിക്കുന്നതേ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു സിലബസ് ഓവർവ്യൂ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ബിക്കോസ് ആ ഒരു സിലബസ് ഓവർവ്യൂ അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെയും ഒരു വെയിറ്റേജ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് എവിടെയാണ് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന കാര്യം നമുക്ക് മുന്നേ തന്നെ നമുക്ക് അറിഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാനിപ്പം വന്നിട്ടുള്ളത് നമ്മുടെ എക്കണോമിക്സിന്റെ സിലബസ് ഓവർവ്യൂ ആയിട്ടാണ്. ഓക്കെ, സോ ബേസിക്കലി എക്കണോമിക്സ് നമുക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പാർട്ട് എ അല്ലെങ്കിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് ആൻഡ് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇങ്ങനെ രണ്ട് ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം ഓക്കെ, ബിഫോർ ദാറ്റ് ഇതിനകത്ത് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം തിയറി നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 80 മാർക്സിനുള്ള എക്സാം ആണ് നമുക്കുള്ളത്. ബാക്കി 20 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് ആണ്. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് എക്സാമിന് 80 മാർക്സിന്റെ എക്സാം ആണ്. ഈ 80 മാർക്സിൽ 40 മാർക്സ് എന്ന് പറയുന്നത് 40 മാർക്സ് മാക്രോ എക്കണോമിക്സിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ആൻഡ് ദ അതർ 40 മാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാണ്ടായി. ബിക്കോസ് ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം മാക്രോ എക്കണോമിക്സ്. നമ്മൾ പ്ലസ് വണ്ണിൽ മൈക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മൈക്രോ മീൻസ് സ്മോൾ, വളരെ ഒരു ഇൻഡിവിജ്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളത്. സ്മോൾ ആയിട്ടുള്ള ഒരു മീനിങ് എന്നാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ. മാക്രോ എന്ന് പറഞ്ഞാൽ ലാർജ്, അതായത് നമ്മുടെ നാഷണൽ വൈഡ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ പാർട്ട് എയിൽ മാക്രോ എക്കണോമിക്സ്. ആദ്യം നമുക്ക് പാർട്ട് എയിൽ എന്തൊക്കെയായിരിക്കും വരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ടു മാക്രോ എക്കണോമിക്സ്. ആ ഒരു ചാപ്റ്ററിന് പ്രത്യേകിച്ച് വെയിറ്റേജ് ഒന്നുമില്ല. ബിക്കോസ് കൂടിപ്പോയാൽ ഒരു 1 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. CBSE അങ്ങനെ പ്രത്യേകിച്ച് വെയിറ്റേജ് ഫസ്റ്റ് ചാപ്റ്ററിന് കൊടുത്തിട്ടില്ല. അവിടെ എന്താണ് മാക്രോ എക്കണോമിക്സ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ തൊട്ടാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ ഇസ് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രിഗേറ്റ്സ് which contains 10 മാർക്ക്. അതായത് 40 മാർക്സിൽ നമുക്ക് 10 മാർക്സ് ഇവിടെ തന്നെ ആയിരിക്കും നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രിഗേറ്റ്സിലായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രിഗേറ്റ്സ്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കൺട്രി ഇൻകം, നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് മൈനസ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് ഇസ് മണി ആൻഡ് ബാങ്കിങ്. രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള. ഒരു ചാപ്റ്ററിൽ മണി എന്താണ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൽ ബാങ്കിങ് എന്താണ് എന്ന കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ് വിച്ച് കണ്ടെയ്ൻസ് 6 മാർക്സ് ഓഫ് വെയിറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് മൂവിംഗ് ഓൺ ടു ദ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതിന്റെ വെയിറ്റേജ് കണ്ടോ, 12 മാർക്സ് ആണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ചാപ്റ്റർ ആണ്. ഇതിനകത്ത് തിയറി പോർഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പ്രോബ്ലമും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. സോ അത് നമുക്ക് പഠിക്കണം. നെക്സ്റ്റ് എന്താണ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി. ഇതിനകത്ത് കുറച്ച് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിലും തിയറി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അതിന്റെ വെയിറ്റേജ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്സിനായിരിക്കും നമുക്ക് ചോദിക്കാൻ പോകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിട്ട്, ആൻഡ് നെക്സ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇങ്ങനെ രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, വിച്ച് കണ്ടെയ്ൻസ് 6 മാർക്സ് ഓഫ് വെയിറ്റേജ്.
പിന്നെന്താണ്, യെസ്, ഇവിടെയും കൂടുതലും തിയറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര മാർക്കായിരിക്കും കിട്ടുന്നത്? 40 മാർക്സ്, അതായത് 50% ഇവിടെ കവറായി. ആൻഡ് ദ നെക്സ്റ്റ് 50% എവിടെയായിരിക്കും? യെസ്, പാർട്ട് ബി ആണ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഫുൾ ഒരു തിയറി പേപ്പർ ആണ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം ഈ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ 3 യൂണിറ്റ്സിലും കുറച്ച് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് 1947 to 1990 ആൻഡ് എക്കണോമി സിൻസ് 1991 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ഇത് 3 ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് 1947, അതായത് ഇൻഡിപെൻഡൻസിന് മുന്നേ ഇന്ത്യ എങ്ങനെയായിരുന്നു, ബിഫോർ ഇൻഡിപെൻഡൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്കൊരു എക്കണോമിക് റിഫോം, അതായത് ന്യൂ എക്കണോമിക് പോളിസി, LPG എന്ന് പറയും. ഓക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് LPG എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ്, യെസ്, അതും 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. നമുക്കറിയാം, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് കറന്റ് ചാലഞ്ചസ് ഫേസിംഗ് ഇന്ത്യൻ എക്കോണമി. 20 മാർക്സ്, അതായത് 40 മാർക്സിന്റെ പകുതി വെയിറ്റേജും 50% വെയിറ്റേജും എവിടെ പോയി? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കറന്റ് ചാലഞ്ചസ് ഫേസിംഗ് ഇന്ത്യൻ എക്കണോമിയിലോട്ട് പോയി. ഇവിടെ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൂടുതലും പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആദ്യത്തെ ചാപ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ് രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നത് 3ാമത്തെ ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് 4ാമത്തെ ചാപ്റ്ററിൽ എൻവയറമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എൻവയറമെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പം 20 മാർക്സ് ആണ് ഇതിന്റെ വെയിറ്റേജ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ, എ കമ്പാരിസൺ വിത്ത് നെയ്ബേഴ്സ്. നമ്മുടെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? ചൈന ഉണ്ട് ആൻഡ് പാകിസ്ഥാൻ ഉണ്ട്, അല്ലെ? അപ്പം ഇവരുടെ എക്കോണമിയുമായിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഒരു കമ്പാരിസൺ സ്റ്റഡി ആയിരിക്കും നമ്മൾ ഇവിടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നടത്താൻ പോകുന്നത്. ഇവിടെ ആകെ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് കണ്ടെയ്ൻസ് 8 മാർക്സ് ഓഫ് വെയിറ്റേജ്. ഓക്കെ, അപ്പൊ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 40 മാർക്സ് ഇവിടെയും നമുക്ക് ഗെയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ 40 മാർക്സ് ഇൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് 40 മാർക്സ് ഇൻ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, IED. ഓക്കെ, അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് 80 ഔട്ട് ഓഫ് 80 നമുക്ക് ഇവിടെ നേടാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. ബിക്കോസ് ഈ ഒരു ചാനൽ, അതായത് വൺ ടീം ഇസ് സ്കൂൾ ഫ്യൂച്ചേഴ്സ് ഫേവറേറ്റ് ട്യൂഷൻ ഹബ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ നമുക്ക് വളരെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മളിവിടെ ക്ലാസ്സസ് ഉണ്ടാവുക. സോ അതൊന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. സോ ഡു സബ്സ്ക്രൈബ് ടു വൺ ടീം ഇസ് സ്കൂൾ Future's favorite tuition hub. Thank you.